രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ അധിക്ഷേപ പരാതിയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ഇതുവരെ രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്ന് പോലീസ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, ഈ ആവശ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിന്റെ നിലപാട് തേടിയിരുന്നു കോടതി. ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഉള്ളടക്കം വിശദാംശങ്ങൾ. അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അറസ്റ്റ് തടയാനാകില്ല എന്ന് അന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഈ റിപ്പോർട്ടാണ് നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഹണി റോസ് നൽകിയ പരാതിയിൽ ഇതുവരെ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് അതിനെ അയാൾ പ്രതിയല്ല. അതോടൊപ്പം തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെ പ്രതിയാക്കി പോലീസ് കേസ് എടുത്തിരുന്നു. ആ കേസിലും രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്നാണ് പോലീസ് നിലവിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കുന്ന കാര്യം അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതൊരു ഡിഫോമേഷന്റെ പരിധിയിൽ വരുന്ന കേസാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് പോകുക എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ കേസ് രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയം അത് 27-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കും. അന്നായിരിക്കും ഈ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ വരിക. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. 27-ാം തീയതിയാണ് ഇത് വിശദമായി കോടതി പരിഗണിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് പോലീസിന്റെ റിപ്പോർട്ട് തേടിയത്. പോലീസ് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്.